ഫ്രണ്ട്സ്, നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സോഴ്സുകളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യാറുള്ള സോഴ്സുകൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്നും അതുപോലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്നുള്ളതും. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ നിന്ന് തന്നെ രണ്ടിൻ്റെയും ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടും. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഒരു സർക്യൂട്ടിലുള്ള ബാക്കി പാരാമീറ്റേഴ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വേറെ ഒന്നിനെയും ആശ്രയിക്കുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള സോഴ്സുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു സർക്യൂട്ടിലുള്ള മറ്റു പാരാമീറ്റേഴ്സിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സും ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് സോഴ്സ് എന്നും കറണ്ട് സോഴ്സ് എന്നും. വോൾട്ടേജ് സോഴ്സിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതിൽ ആദ്യത്തെ 2 എണ്ണം ഈ പ്ലസ് മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ഡി സി വോൾട്ടേജ് സോഴ്സിനെയും മൂന്നാമത് ഈ ഉള്ള ഒരു സൈനസോഡിയൽ വേവ് ഫോം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എ സി വോൾട്ടേജ് സോഴ്സിനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് സോഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് സോഴ്സിലും ഈ ഒരു റൗണ്ടിനുള്ളിൽ ഒരു ആരോ വെച്ചിട്ടുള്ളത് ഡി സിയിലെ കറണ്ട് സോഴ്സിനെയും ഈ ഒരു സൈനസോഡിയൽ വേവ് ഫോം വെച്ചിട്ടുള്ളത് എ സിയിലെ ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സിനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്താണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും രണ്ടും കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, ആകെയുള്ളത് ഒരു റെസിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു 5 ഓംസ് ആണെന്ന് വിചാരിക്കാം. 5 ഓംസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കറണ്ട് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആയിരിക്കുള്ളൂ. അതുപോലെ ഈ ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 5 ഓംസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കുള്ളൂ. ഇനി ഈ ഒരു സർക്യൂട്ടിൽ ചെറിയൊരു മാറ്റം വരുത്താണ് നമ്മൾ ഈ ഒരു 5 റെസിസ്റ്ററിന് പകരം ഒരു 10 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആയിരിക്കുള്ളൂ. വോൾട്ടേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കുള്ളൂ. ഇനി ഈ ഒരു റെസിസ്റ്റൻസിന് പുറമെ ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യുകയാണ്, ഇപ്പോൾ കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സോ ഒക്കെ ഈ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഏതൊരു കേസിലാണെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, എങ്കിലും ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും 12 വോൾട്ട് ആയിരിക്കുള്ളൂ. ഈ ഒരു കറണ്ട് സോഴ്സ് കൊടുക്കുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 2 ആംപിയർ ആയിരിക്കുള്ളൂ. അത്തരത്തിലുള്ള സോഴ്സുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡൻറ്റ് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായിട്ട് അത് സർക്യൂട്ടിലുള്ള പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഈ ഒരു ഡിപ്പെൻഡ് സോഴ്സിനെ നമ്മൾ ആദ്യം തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സ് എന്നും അതുപോലെ തന്നെ കറണ്ട് സോഴ്സ് എന്നും. ഈ ഡിപ്പെൻഡ് സോഴ്സ് വരുന്ന വോൾട്ടേജ്, ഈ ഒരു വോൾട്ടേജ് എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ വെച്ചിട്ട് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ്, അതായത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നും കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നും. രണ്ടും വോൾട്ടേജ് സോഴ്സ് തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് 2 പാരാമീറ്റേഴ്സാണ്. ഒന്നിൽ വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, രണ്ടാമത്തേതിൽ കറണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇത്തരത്തിലാണ്. ഒരു ഡയമണ്ട് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്ലസ് മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി സി തന്നെയാണ്. ഈ ഒരു ഡയമണ്ട് സിമ്പലാണ് ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ട് സോഴ്സിനെയും അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ട് സെയിം രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന കറണ്ട് സോഴ്സ് എന്നും കറണ്ട് കൺട്രോൾ ചെയ്യുന്ന കറണ്ട് സോഴ്സ് എന്നും. കറണ്ട് സോഴ്സിൻ്റെ ആ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് ഈ ആരോ തന്നെയാണ്. ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയമണ്ട് സ്ട്രക്ചർ ഉള്ളത്. വോൾട്ടേജ് സോഴ്സ്, ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സും ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അതുപോലെ തന്നെ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ചെറിയ സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ കൊടുത്തിട്ടുള്ളത് 5 ഇൻറ്റു വി ഇൻപുട്ട് എന്നാണ്, വി ഇൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വി ഇൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ്, അതിൻ്റെ ഇൻപുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജ് ആണ്. ആ ഒരു ഇൻപുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജിൻ്റെ 5 ടൈംസ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാറുള്ളത് 12 വോൾട്ട് അല്ലെങ്കിൽ ഒരു 24 വോൾട്ട് 230 വോൾട്ട് അങ്ങനെ ഒരു സ്പെസിഫിക് വാല്യൂ ആയിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഒരു സ്പെസിഫിക് വാല്യൂ അല്ല കൊടുക്കുന്നത്, ഒരു ഇൻറ്റിജർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വരുന്ന വോൾട്ടേജ് ആയിരിക്കുള്ളൂ.
അത്തരത്തിൽ വോൾട്ടേജ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ഏതെങ്കിലും ഭാഗത്തുള്ള വോൾട്ടേജ് ആയിരിക്കുള്ളൂ. അത്തരത്തിലുള്ള വോൾട്ടേജ് സോഴ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ വി ഔട്ട് എന്ന് പറയുന്നത് 5 × V in ആണ്. എല്ലാ സർക്യൂട്ടിലും ഇങ്ങനെ തന്നെ ആണെന്നില്ല. ഈ ഒരു വി ഇന്നിന് പകരം വേറെ ഏതെങ്കിലും ബ്രാഞ്ചിന് ക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിനോ അങ്ങനെ ഏതെങ്കിലും ഒരു വോൾട്ടേജ് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ വോൾട്ടേജിൻ്റെ 5 ടൈംസ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കേസിൽ കറണ്ടിൻ്റെ 5 ടൈംസ് ആയിട്ടായിരിക്കും വരുന്നത്. വി ഔട്ട് ഇസ് ഈക്വൽ ടു 5 × I in. ഇതിനകത്ത് I എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് കറണ്ട് അല്ലെങ്കിൽ I in വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു കറണ്ട് വാല്യൂ ഇൻറ്റു 5 ടൈംസ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ കൂടി ഒരു 2 ആമ്പിയർ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 2 × 5 10 വോൾട്ട് ആയിരിക്കുള്ളൂ. അപ്പോൾ അതാണ് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് സോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കറണ്ട് സോഴ്സിനെയും വോൾട്ടേജും കൺട്രോൾ ചെയ്യുന്നുണ്ട്, കറണ്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത് 5 × V in എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിന് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് വി ഇൻ എന്ന് പറയുന്നത്. ഈ വി ഇൻ എന്ന് പറയുന്നത് ഒരു 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 25 ആമ്പിയർ ആയിരിക്കുള്ളൂ. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അത്തരത്തിലാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇവിടെ വോൾട്ടേജ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കറണ്ട് കൺട്രോൾ ചെയ്യുന്ന കറണ്ട് സോഴ്സും ഉണ്ട്. അതിൻ്റെ സർക്യൂട്ട് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ കറണ്ട് സോഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ ഉള്ളത് 5 × I in ആണ്. അതായത് ഇൻപുട്ട് സൈഡിലൂടെ എത്ര കറണ്ടാണോ പാസ് ചെയ്യുന്നത് അതിൻ്റെ 5 ടൈംസ് ആയിരിക്കുള്ളൂ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പും കൊടുത്തിട്ടുണ്ട്. I out is equal to 5 × I in എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത് 5 × I in ആണ് അല്ലെങ്കിൽ 5 × V in ആണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് തന്നെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ട് തന്നെ കൺട്രോൾ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഏത് വെച്ചിട്ടാണോ ഇത് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കുള്ളൂ ഈ ഒരു 5 × എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കിയത് സോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. സോഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്നും ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്നും. അതിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനെ വീണ്ടും വോൾട്ടേജ് സോഴ്സ് എന്നും കറണ്ട് സോഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെയും അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും വോൾട്ടേജ് സോഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കറണ്ട് സോഴ്സിനെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന സോഴ്സുകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.